16 സിലബസ് പ്രസിദ്ധീകരിച്ച് ജൂൺ 18 എക്സാം നടത്തുന്നു. ഈ എക്സാമില് 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതിൽ 54 ക്വസ്റ്റ്യന്റെയും ആൻസർ വരുന്നത് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ ബി ആണ്. നമസ്കാരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ PSCക്കെതിരെ ഗുരുതരമായ ആക്ഷേപമാണ് ഉയരുന്നത്. ജൂൺ 18 നടന്ന എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലേക്കുള്ള റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ ഗുരുതരമായ ക്രമക്കേട് നടന്നുവെന്ന ആരോപണവുമായി ഉദ്യോഗാർത്ഥികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ബിരുദാനന്തര ബിരുദം അടിസ്ഥാന യോഗ്യതയാക്കിയ പരീക്ഷയിൽ +2 നിലവാരം പോലുമില്ലായിരുന്നു എന്നാണ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ പരാതി. പുനർപരീക്ഷ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പകുതിയിലേറെയും ഉത്തരം ബി ഓപ്ഷനിൽ വരുന്നവയായിരുന്നുവെന്ന ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു. 18,000-ഓളം പേരാണ് പരീക്ഷ എഴുതിയത്. പുനർപരീക്ഷ നടത്തണമെന്ന ആവശ്യവുമായാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരീക്ഷയിൽ എന്താണ് പ്രധാനമായിട്ടും നിങ്ങൾ ഉന്നയിക്കുന്ന പരാതികൾ? ഒന്നാമത്തെ പരാതി എന്ന് പറയുന്നത്, ഈ എക്സാമിന്റെ സിലബസ് ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് മാർച്ച് 24-നാണ്. ആ സിലബസ് ഒരു മാസത്തെ ഇടവേളയിൽ, അതായത് ഏപ്രിൽ 16-ന് മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു സിലബസ് പ്രസിദ്ധീകരിക്കുന്നു. ആദ്യത്തെ സിലബസില് സ്റ്റാറ്റിസ്റ്റിക്സിനും എക്കണോമിക്സിനും, ഈ ഒരു എക്സാം എന്ന് പറയുന്നത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 2 സബ്ജക്റ്റിനും വെയിറ്റേജ് കൂടുതലുണ്ടായിരുന്നു. രണ്ടാമത് പ്രസിദ്ധീകരിക്കുന്ന സിലബസില് ഈ 4 സബ്ജക്ട്, അതായത് എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ് എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് ആക്കി ഈ 2 വിഷയങ്ങൾക്കും ഉണ്ടായിരുന്ന വെയിറ്റേജ് എടുത്തു കളഞ്ഞു. ആ സമയത്ത് നമ്മൾ പരാതിപ്പെടുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും നമുക്കൊരു ഒന്നാമത് ഈ എക്സാമിന് 2 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് സിലബസ് ഈ PG നിലവാരത്തിലുള്ള ഈ പുതിയ സിലബസിലോട്ട് മാറ്റുന്നത്. അറ്റ്ലീസ്റ്റ് ഈ എക്സാം ഒരു കുറച്ചു നേരത്തേക്ക് മാറ്റി വെക്കാൻ എങ്കിലും ഒരു ഇതുണ്ടാവണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരാതിപ്പെട്ടെങ്കിലും അതൊന്നും നടന്നില്ല. ഈ എക്സാം നടക്കുന്നത് ജൂൺ 18-ാം തീയതിയാണ്. അതായത് ഏപ്രിൽ 16-ന് സിലബസ് പ്രസിദ്ധീകരിച്ച് ജൂൺ 18-ന് എക്സാം നടത്തുന്നു. ഈ എക്സാമില് 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതിൽ 54 ക്വസ്റ്റ്യന്റെയും ആൻസർ വരുന്നത് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ ബി ആണ്. അതിൽ തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്സും കൊമേഴ്സും 25 ക്വസ്റ്റ്യൻ വീതം ഉള്ളതിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 16 ക്വസ്റ്റ്യനും ഓപ്ഷൻ വരുന്നത് ബി, കൊമേഴ്സിന്റേത് 17 എണ്ണം. ഇതാണ് നമുക്ക് രണ്ടാമത് ഉണ്ടായ പ്രശ്നം. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യന്റെ നിലവാരത്തില് ഈ 4 സബ്ജക്റ്റുകളിലെയും ക്വസ്റ്റ്യന്റെ നിലവാരത്തില് എക്കണോമിക്സും കൊമേഴ്സും സ്റ്റാറ്റിസ്റ്റിക്സും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചു. അതേസമയം മാത്തമാറ്റിക്സിന്റെ ചില ക്വസ്റ്റ്യനൊക്കെ ഞങ്ങൾ നോക്കിയപ്പം ഈ നാഷണൽ ലെവൽ എക്സാമിന്, അതായത് 1 മിനിറ്റിൽ കൂടുതൽ സമയം ഒരു ക്വസ്റ്റ്യന് അനുവദിക്കുന്ന ചില എക്സാമിനുള്ള ചില ക്വസ്റ്റ്യൻസ് അതേപോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണ് കിട്ടുന്നത്. ഒന്നിലധികം മാർക്ക് കിട്ടുന്ന, അതിൽ 1 മിനിറ്റ് കൂടുതൽ സമയം ഒരു ക്വസ്റ്റ്യന് അലോട്ട് ചെയ്യുന്ന ചില എക്സാമുകളുടെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൽ റിപ്പീറ്റ് ചെയ്തു. മാത്തമാറ്റിക്സ് അത് മാത്രമല്ല, മാത്തമാറ്റിക്സ് നമുക്കിപ്പം പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ആകെ ഒരു ഷീറ്റാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്സ് പഠിച്ച കുട്ടികളോട് ഈ ഒരു കാര്യത്തില് ഒരു വേർതിരിവ് കാണിച്ച പോലത്തെ ഒരു ഇതാണ് വന്നത്. ഇപ്പം നമുക്ക് ഒരു ഇഷ്യൂ മാത്രമല്ല ഈ എക്സാമിനെ സംബന്ധിച്ച്, ഇത്രയും ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഇഷ്യൂസ് ഒരു സിംഗിൾ എക്സാമിനെ സംബന്ധിച്ചിട്ടാണ് ഉണ്ടായേക്കുന്നത്. നിങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടോ? എന്താ ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്? ഈ എക്സാമിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ പരീക്ഷ റദ്ദാക്കിയിട്ട് ഒരു പുതിയ പരീക്ഷ നടത്തണമെന്നാണ് ഞങ്ങൾ അദ്ദേഹത്തോട് പരാതി ഉന്നയിച്ചേക്കുന്നത്. ഇപ്പോൾ PSC പരീക്ഷയിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ തെളിഞ്ഞിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പൊ ഇതും അത്തരത്തിലുള്ള അന്വേഷണത്തിന് വിധേയമാക്കണമെന്നാണോ നിങ്ങളുടെ ആവശ്യം? അതെ, ഞങ്ങൾ ഈ ഒരു പരാതി കൊടുത്തതിന് പിന്നാലെയാണ് ഒരുപാട് പരാതികൾ ഇപ്പം കാണുന്നുണ്ട്. അപ്പം നമുക്കും സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നും. ഒന്നാമത് ഇതൊരു ഗസറ്റർ പോസ്റ്റിലേക്കുള്ള ഏറ്റവും നല്ലൊരു പോസ്റ്റിലേക്കുള്ള ഒരു എക്സാം ആണ്. അപ്പം ഇതിലെന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. നമ്മളിപ്പം ഒരു സിലബസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ChatGPT-യിൽ ഇട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു വിഷയത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് തരാൻ പറയുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കൂടുതൽ ഓപ്ഷൻസ് വരുന്നത്, കറക്റ്റ് ഓപ്ഷൻസ് വരുന്നത് ബി ആയിരിക്കും. നമ്മൾ ബി സിലബസ് തന്നെ ഇട്ട് കുറെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് നോക്കി. അപ്പൊ എല്ലാ ഓപ്ഷൻസ് ബിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അതും ഞങ്ങൾക്കൊരു സംശയമുണ്ട്. നമുക്ക് തെളിവുകളില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഒന്നാമത് PSCയുടെ നമ്മള് പഴയ എക്സാംസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരുപാട് അസേർഷൻ റീസൺ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ PSC ചോദിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു എക്സാമിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാനായിട്ട് പറ്റുകയില്ല. അതൊക്കെ നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് സംശയം ഉണ്ടാവാനായിട്ടിടയുണ്ട്.
നിങ്ങൾ എല്ലാ ജില്ലകളിലുമുള്ള ഉദ്യോഗാർത്ഥികൾ ഒരുമിച്ച് പരാതി കൊടുക്കുമോ, പ്രതിഷേധം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ എല്ലാവരും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ PSCക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ പരാതി എത്തിയിട്ടുണ്ട്. ഏതായാലും ഉചിതമായ നടപടി എടുക്കണമെന്ന് ആണ് പ്രതീക്ഷിക്കുന്നത്. അതെ അതെ. PSC പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് ഉയർന്ന പരാതിയെ തുടർന്ന് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. PSCയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വലിയ പരാതികളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നടന്ന എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ പരീക്ഷയിൽ ഗുരുതരമായ ക്രമക്കേട് ആരോപണവുമായി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിലും അടിയന്തരമായി അന്വേഷണം വേണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. ക്യാമറമാൻ ജിതിനൊപ്പം CR ഷാ, മറുനാടൻ മലയാളി, കോട്ടയം.